ചോദ്യം 1. പഞ്ചവർണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. ഉത്തരം: കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. കവി നേരിട്ട് കഥ പറയുന്നതിന് പകരം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണിത്. അറം പറ്റാതിരിക്കാൻ അഥവാ നാക്ക് തട്ടാതിരിക്കാനാണ് കിളിയെക്കൊണ്ട് കഥ പറയിപ്പിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പഞ്ചവർണക്കിളിക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകിക്കൊണ്ടാണ് കഥ പറയാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ ഹൃദയം തെളിഞ്ഞ് കുറുക്കിയെടുത്ത പാൽ ആ പാലിൽ പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കി വച്ചിട്ടുണ്ട്. നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് കൈയാൽ പതുക്കെ തിരുമ്മി ഉടച്ച് അതിലേക്ക് തേനൊഴിച്ച് വെല്ലവും ശർക്കരയും പൊടിച്ച് ഒരു വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട്. അത് നീ എടുത്ത് കഴിച്ചോളൂ. ഇനി കഴിക്കുമ്പോൾ ദാഹം വരികയാണെങ്കിൽ നീലക്കരിമ്പിൻ്റെ നീരും ഇളനീരും പാലും തേനും ഉണ്ട്. അതെല്ലാം നീ ആവോളം കഴിച്ച് കഥ പറഞ്ഞാലും. ഇത്തരത്തിൽ ഏറെ രുചിയുള്ള വിഭവങ്ങളാണ് കിളിക്ക് നൽകുന്നത്. ചോദ്യം 2. കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. കൗരവ സേനാപതിയായ ഭീഷ്മർ യുദ്ധഭൂമിയിൽ വീണതോടെ ശക്തനും തൻ്റെ സുഹൃത്തുമായ കർണനെ സേനാപതിയാക്കിയാലോ എന്ന് സുയോധനൻ ആലോചിക്കുന്നു. ഈ വിവരം കർണനെ അറിയിച്ചപ്പോൾ കർണൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. പദവിയും അധികാരവുമൊക്കെ എനിക്ക് നൽകുന്നു എന്ന വാക്ക് കേൾക്കാൻ സുഖമുള്ളതും സന്തോഷം പകരുന്നതും ആണ്. എന്നാൽ എന്നേക്കാൾ യോഗ്യരായവർ കൂട്ടത്തിലുണ്ടാവുമ്പോൾ അവരെയല്ലേ ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് കർണൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഭരദ്വാജപുത്രനായ ദ്രോണരെ സേനാപതിയാക്കണമെന്ന് കർണൻ സുയോധനനോട് പറയുന്നു. മറ്റ് യോദ്ധാക്കളിൽ വെച്ച് സമർത്ഥനായ ദ്രോണരെ സേനാപതിയാക്കുന്നത് ഉചിതമാണെന്ന് സുയോധനനും തോന്നി. അങ്ങനെ ദ്രോണരെ സേനാപതിയാക്കുന്നു. ഉയർന്ന പദവിക്കും അധികാരത്തിനും വേണ്ടി എന്ത് ദുഷ്ടത്തരവും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യരാണ് എവിടെയുമുള്ളത്. പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട്. തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ എന്ത് അനീതിയും അവർ കാണിക്കും. ഇവിടെയാണ് കർണനെ മാതൃകയാക്കേണ്ടത്. സേനാപതി എന്ന സ്ഥാനം ലഭിച്ചിട്ടും അതിന് തന്നേക്കാൾ യോഗ്യരായവർ ഉണ്ടാകുമ്പോൾ അവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന നിലപാടാണ് കർണനുള്ളത്. ഈ നീതിബോധത്തോടെ നാം ഓരോരുത്തരും പെരുമാറുമ്പോഴാണ് സമൂഹം അഭിവൃദ്ധിപ്പെടുന്നത്. ചോദ്യം 3. പഞ്ചവർണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ല ആരോടും. ചെവി രണ്ടും കുളിർക്കപ്പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ടു സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഉത്തരം: തൻ്റെ രണ്ട് കാതുകൾക്കും കുളിര് ലഭിക്കുന്ന വിധം കഥ പറയാൻ കവി പഞ്ചവർണക്കിളിയോട് ആവശ്യപ്പെടുന്ന സന്ദർഭമാണ് ആദ്യത്തേത്. കേൾക്കാൻ ഇഷ്ടമുള്ളത് കേൾക്കുന്നത് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകും. രണ്ടാമത്തെ പ്രയോഗത്തിൽ കർണനോട് സേനാപതിയാകാൻ സുയോധനൻ പറഞ്ഞപ്പോൾ അതെനിക്ക് സന്തോഷം നൽകിയെന്ന് കർണൻ പറഞ്ഞു. ഈ വാക്കുകൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാകുമെന്നും മറ്റാരും ഇതറിയുകയില്ലെന്നും കർണൻ പറയുന്നു. കേട്ട കാര്യം സുഖകരം ആണെങ്കിലും ന്യായം അതല്ലെന്ന് കണ്ട് ആ ആവശ്യം കർണൻ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടു സന്ദർഭങ്ങളിൽ കർണസുഖം എന്ന വാക്കിനെ വ്യത്യസ്തമായി ആവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചോദ്യം 4. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സോതില്ലയെന്ന് വരൂമിനി നിർണയം. കല്യാണ സൗഗന്ധികം, കുഞ്ചൻ നമ്പ്യാർ. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എഴുത്തച്ഛൻ. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം:
കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ് ഇവിടെ ആദ്യം നൽകിയിരിക്കുന്നത്. ആദരവോടെയാണെങ്കിലും അധികമായി കോരി വിളമ്പിയാൽ എത്ര സ്വാദേറിയ ഭക്ഷണത്തിനും സ്വാദില്ലാതാവും എന്നാണ് ഈ വരികളിൽ പറയുന്നത്. നന്നായി ചുരുക്കി പറയുന്നതാണ് ഉചിതം എന്ന് എഴുത്തച്ഛനും പറയുന്നു. ഭാഷ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നാണ് രണ്ട് കവികളും സൂചിപ്പിക്കുന്നത്. കൂടുതൽ വലിച്ചുനീട്ടി പറയുന്നതിലല്ല കാര്യം, പറയുന്ന കാര്യത്തിൻ്റെ പ്രസക്തിയും ആശയവും ചോരാത്ത വിധത്തിൽ ചുരുക്കി പറയുകയാണ് വേണ്ടത്. ആവശ്യാനുസരണം സന്ദർഭോചിതമായ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോഴേ ഭാഷയുടെ വികാര സംവഹനം ശക്തിയുള്ളതാവൂ. ചോദ്യം 5. ഇവിടെ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവ്വത്തിലെയും ദ്രോണപർവ്വത്തിലെയും വരികൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് നൽകിയ ചോദ്യം ശ്രദ്ധിക്കാം. മുകളിൽ നൽകിയ വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക. കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ചർച്ച ചെയ്യുക. മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. ഉത്തരം: എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകൾ. മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഗഹനമായ ആശയങ്ങൾ മനോഹരമായ വർണ്ണനകളിലൂടെയും ലളിതമായ ഉദാഹരണങ്ങളിലൂടെയുമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവ്വത്തിലെ വരികളാണ് ഇവിടെ ആദ്യം നൽകിയിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ അവസാന ദിവസം യുദ്ധഭൂമിയിലെത്തുന്ന ഗാന്ധാരി കാണുന്നത് തൻ്റെ പുത്രന്മാരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം വധിക്കപ്പെട്ട് കിടക്കുന്നതാണ്. അംഗരാജാവായ കർണൻ തൻ്റെ മക്കൾക്ക് എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ശക്തനായ അവൻ്റെ വില്ല് താഴെ വീണ് കിടക്കുന്നു. അവൻ്റെ മനോഹരമായ ശരീരം നായയും നരികളും ചേർന്ന് കടിച്ചു തിന്നുന്നു. ഈ വർണ്ണന നമ്മെ ഏറെ ദുഃഖത്തിലാക്കും. അമ്മയുടെ ദുഃഖത്തിൻ്റെ ആഴവും മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയും യുദ്ധത്തിൻ്റെ ഭീകരതയും ഈ വരികളിലൂടെ എഴുത്തച്ഛൻ പ്രകടമാക്കുന്നു. വരികളിലെ ദ്വിതീയാക്ഷരപ്രാസം കാവ്യത്തിന് താളം നൽകുന്നു. രണ്ടാമത്തെ ഭാഗമായ ദ്രോണപർവ്വത്തിൽ യുദ്ധവർണ്ണനയാണ് നൽകിയിരിക്കുന്നത്. ഒരു യുദ്ധം നേരിട്ട് കാണുന്ന പ്രതീതിയാണ് ഈ വർണ്ണനയിലൂടെ ലഭിക്കുന്നത്. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന കൗതുകം ഈ വരികൾ ജനിപ്പിക്കുകയും ചെയ്യുന്നു. നരകാസുരൻ്റെ പുത്രനാണ് ഭഗദത്തൻ. അദ്ദേഹം ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുകയാണ്. 10 ദിവസം യുദ്ധം നീണ്ടുനിന്നു. 10ാമത്തെ ദിവസം എതിരിടുന്നത് ഭീമനെയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഭഗദത്തൻ്റെ ആന ഭീമസേനനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. മുകളിലേക്ക് പൊങ്ങിപ്പോയ ഭീമൻ താഴത്തേക്ക് പതിക്കുമ്പോൾ തൻ്റെ കൊമ്പുകളിൽ കൊരുത്ത് കൊല്ലാനായി ആന കൊമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അങ്ങനെ നിൽക്കുന്നു. ഏതൊരു നിമിഷവും അത് സംഭവിക്കാം. അത് ദൂരെ നിന്ന് അർജുനൻ കാണുന്നു. ഓടിവന്ന അർജുനൻ ഒരു അമ്പ് തൊടുത്തു. അത് ആനയുടെ ശിരസ്സും വാലും ഭഗദത്തനെയും തുളച്ചു കളഞ്ഞു. മുകളിലേക്ക് പോയ ഭീമൻ ചെന്ന് വീഴുന്നത് ചത്തുകിടക്കുന്ന കൊലയാനയുടെ ശരീരത്തിലേക്കാണ്. ഈ യുദ്ധരംഗമാണ് കാഴ്ചയിൽ എന്ന പോലെ അനുഭവിപ്പിക്കുന്നത്. വാരണവീരൻ തലയറ്റു വില്ലറ്റു വീരൻ ഭഗദത്തൻ തൻ്റെ തലയറ്റു എന്ന വരികളിൽ ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും കാണാം. ഇവ കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നു. നിറന്ന നീലികൾ നിരക്കവെ കുത്തി നെറുകയിൽ കൂട്ടിത്തിറമുടു കെട്ടി കരിമുകിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും എന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വർണ്ണന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരക്കുന്നു. ഇത്തരത്തിൽ സൂക്ഷ്മമായ വർണ്ണനകളും ചിത്രങ്ങളും ഒക്കെ എഴുത്തച്ഛൻ്റെ കൃതികളുടെ പ്രത്യേകതകളാണ്. സന്ദർഭത്തിന് അനുയോജ്യമായ ഭാഷയാണ് എഴുത്തച്ഛൻ തിരഞ്ഞെടുക്കുക. യുദ്ധരംഗം വർണ്ണിക്കുമ്പോൾ ഭാഷ ചടുലവും, ഭക്തിവർണ്ണനയിൽ ഭാഷ സരളവും, തത്വോപദേശം ചെയ്യുമ്പോൾ ഗഹനവുമായി മാറും. ആത്മീയതയും സാഹിത്യവും ഒരേ അളവിൽ എഴുത്തച്ഛൻ്റെ കൃതികളിൽ കാണാം.